ആഗസ്റ്റ് 3-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാക്കെതിരെ പ്രിവിലേജ് മോഷൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ വയനാട് നടന്ന ലാൻഡ് സ്ലൈഡിനെതിരെ അമിത് ഷാ നടത്തിയ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിന് ഏർലി വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഏർലി വാർണിംഗ് എന്ന് പറയുന്നത് മഴയുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി സഭയെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പ്രിവിലേജ് മോഷനാണ് ഓപ്പോസിഷൻ പാർട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു പ്രിവിലേജ് മോഷൻ, എന്താണ് ഇത് കൊണ്ടുവരാൻ കാരണമെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി അമിത് ഷാ അതായത് കേരളത്തിന് ഏർലി വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സഭയിൽ പറയുകയും, എന്നാൽ സഭയിലൊരു MP അല്ലെങ്കിൽ ഒരു ഹോം മിനിസ്റ്റർ പറയേണ്ട രീതിയിലല്ല പറയേണ്ട അസത്യമായിട്ടുള്ള കാര്യം സഭയുടെ മുന്നിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിവിലേജ് മോഷൻ കൊണ്ടുവന്നിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ഈ പ്രിവിലേജ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആക്ച്വലി പാർലമെന്റിൽ ഒരുപാട് പ്രിവിലേജസ് MP-മാർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു MP-മാർക്ക് കിട്ടുന്ന റൈറ്റ്സും ഇമ്മ്യൂണിറ്റീസും ആണ്. അപ്പോൾ ഈ ഒരു റൈറ്റ്സും ഇമ്മ്യൂണിറ്റീസും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും, MP-മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇൻ കേസ് അവരതിനെ ദുരുപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒഫൻസായിട്ട് കണക്കാക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏത് ഹൗസിൽ വേണമെങ്കിലും അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മോഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഒരു മിനിസ്റ്ററിനെയോ ഒരു ഇൻഡിവിജ്വലിനെയോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു MP-യോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററിനെയോ ഈ ഒരു പ്രിവിലേജ് മോഷനിൽ എഗെയിൻസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു മോഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്പീക്കർ ലെവലിൽ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ ലെവൽ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാൻ അല്ലെങ്കിൽ ലോക്സഭയാണെങ്കിൽ സ്പീക്കർ ലെവലിലാണെന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ സ്പീക്കർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഡിസൈഡ് ചെയ്യും പ്രിവിലേജ് മോഷൻ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. പ്രിവിലേജ് മോഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് തോന്നുവാണെങ്കിൽ അദ്ദേഹം അത് പ്രിവിലേജ് കമ്മിറ്റിക്ക്, പാർലമെന്റിന് ഒരു പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്, അതിനുവേണ്ടി നൽകും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ആക്ച്വലി ഇത് ലോകസഭയുടെ റൂൾ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലും രാജ്യസഭയുടെ റൂൾ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പ്രൊസീജിയർ വരുന്നത്. ഈ പ്രിവിലേജ് മോഷൻ എന്ന് പറയുന്നത് ഭരണഘടനയെ പറഞ്ഞ ഒന്നുമല്ല, ഈ ഒരു പാർലമെന്ററി പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രിവിലേജ് മോഷൻ ഓർത്ത് വെക്കുക, എന്താണത് വരാനുള്ള സാഹചര്യം എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ടോറൽ ബോണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം എന്ന് പറഞ്ഞു വെച്ചാൽ ഫേവർ ബൈ ഫേവർ ആണ്. അതായത് ഒരു വ്യക്തിയെ കേസിൽ നിന്നും വിടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സഹായിക്കുന്നു, അതിനു പകരം ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ആ വ്യക്തി ഇലക്ടോറൽ ബോണ്ട് വഴി പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യൂഡ് പ്രോ ക്യൂ എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഫേവർ ബൈ ഫേവർ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഫോളോ ചെയ്തത് എന്നുള്ളത് ഒരു അസംഷൻ മാത്രമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇലക്ടോറൽ ബോണ്ട് സ്കീം, അത് എന്താണ് അതിൻ്റെ സംഭവം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി സുപ്രീം കോടതി ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ആവശ്യത്തെ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫോമർ ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ക്യൂഡ് പ്രോ ക്യൂ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമുണ്ട്, ഫേവർ ഫോർ എ ഫേവർ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിന് മേലെ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തെ ഡിക്ലൈൻ ചെയ്യുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതായത് ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരാളെ എന്തെങ്കിലും കേസിൽ ജയിലിൽ അടച്ചു, അപ്പോൾ അദ്ദേഹത്തെ ഗവൺമെൻറ് ഫ്രീ ചെയ്യുകയാണ്, അദ്ദേഹത്തെ റിലീസ് ചെയ്യാണ്, കേസിന് ഒഴിവാക്കി കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇലക്ടോറൽ ബോണ്ട് ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിന് നൽകുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഫേവർ ഫോർ എ ഫേവർ, അത് ഇവിടെ ഒരു ഫേവർ ചെയ്യുകയാണ്, അദ്ദേഹത്തെ കേസിന് ഒഴിവാക്കി കൊടുക്കുന്നു, അതിന് ഫേവറായിട്ട് അദ്ദേഹം ഇലക്ടോറൽ ബോണ്ട് കൊടുക്കുന്നു. അപ്പോൾ കോടതി പറഞ്ഞു വെച്ചാൽ ഇത് വളരെ പ്രിമേച്ചർ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ സെറ്റപ്പ് ചെയ്യുക വളരെ ഏർലിയാണ്, അതിപ്പോൾ വേണ്ട, അതിന് മറ്റ് റെമഡീസ് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഇലക്ടോറൽ ബോണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈനാൻസ് ബില്ല് വഴിയാണ് കൊണ്ടുവരുന്നത്. ഓർത്ത് വെക്കുക, ഫൈനാൻസ് ബില്ല് വഴി കൊണ്ടുവരുന്നത് എന്തിനാണ്, അത് മണി ബില്ലായിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ മണി ബില്ലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകസഭയിൽ മാത്രമേ പോകുള്ളൂ, രാജ്യസഭയിൽ പോയില്ല. അപ്പോൾ 2018 മുതൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ ഡൊണേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് എതിരെ. പക്ഷേ ഡോണർ ആയിട്ടുള്ള ആരാണ് പണം കൊടുക്കുന്നതെന്ന് അനോണിമസ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം, പക്ഷെ ആരാണ് സംഭാവന കൊടുത്തത് എന്നുള്ളത് അനോണിമസ് ആയിട്ട് നിൽക്കും എന്നുകൂടി ഓർത്തുക. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി 1000
10,000, 1,00,000, 10,00,000, 1 കോടി ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് സംഭാവന കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആക്ച്വലി ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസിനോ ഇത് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ വാങ്ങിയതിന് ശേഷം ഈ ബോണ്ട് പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കുക. പാർട്ടി ഓഫീസിൽ നിന്ന് അവർക്കത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് വഴി അവർക്കത് റിഡീം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തുക. അപ്പോൾ ഇത് വ്യക്തികൾക്ക് ഇൻഡിവിജ്വലിയോ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് കൂടി ചേർന്ന് ജോയിൻ്റ് ആയിട്ടോ ഇത് വാങ്ങാവുന്നതാണ്. വാങ്ങിയിട്ട് 15 ദിവസത്തിനുള്ളിൽ ഇത് റിഡീം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂർ, ഓതറൈസ്ഡ് ഇഷ്യൂർ SBI ആണ്. അപ്പോൾ SBIയുടെ ഡെസിഗ്നേറ്റഡ്, എല്ലാ ബ്രാഞ്ചിൽ നിന്നും കിട്ടില്ല, ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് കിട്ടുക എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ടോറൽ ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് പിന്നീട് സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഭരണഘടനാ വിരുദ്ധമാണ്, അതായത് വോട്ടറിന് അവകാശമുണ്ട് ആരാണ് ഈ ഒരു ബോണ്ടുകൾ പാർട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് അറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇലക്ടോറൽ ബോണ്ട് വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ പറ്റില്ല എന്നുകൂടി ഓർത്ത് നോക്കുക. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരം സെക്ഷൻ 29A രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന്, അതായത് ലാസ്റ്റ് ജനറൽ ഇലക്ഷനിൽ 1% കുറയാത്ത അല്ലെങ്കിൽ 1%-നോ അതിന് മുകളിലോ വോട്ട് കിട്ടിയില്ല, ജനറൽ ഇലക്ഷനിലേക്കുള്ള വോട്ട് കിട്ടിയില്ല. ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആവാം, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ആവാം. അതിൽ 1% കുറയാത്ത വോട്ട് കിട്ടിയിട്ടുള്ള പാർട്ടികൾ മാത്രമാണ് ഇലക്ടോറൽ ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അർഹതരായിട്ടുള്ളത്. ഇത് ഡിജിറ്റലിയോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് വഴിയോ വാങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് വഴി മാത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കള്ളപ്പണം ഒഴിവാക്കുക, കള്ളപ്പണം ഇത്തരത്തിൽ പൈസ കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അനോണിമിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ആരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം, പക്ഷെ ആരാണ് പൈസ കൊടുത്തതെന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൊണേഷൻസ് ബാങ്കിങ് ചാനലുകൾ വഴി വരുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കള്ളപ്പണം അല്ലെങ്കിൽ ബ്ലാക്ക് മണിയുടെ ഇൻവോൾവ്മെൻറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരില്ല എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് ആരാണ് സംഭാവന കൊടുക്കുന്നതെന്ന് അറിയാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇതാണ് സുപ്രീം കോടതി ഇടപെട്ട് അവസാനിപ്പിച്ചതെന്നും കൂടി ഓർത്തുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ടിങ്ങിനെ ട്രാൻസ്പാരൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഈ ഒരു സുപ്രീം കോടതി ഇടപെടുകയും ആ ഒരു ഡൊണേഷൻ ഇൻഫർമേഷൻസ് ഡിക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷനെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡോണർ അനോമിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിനെ സുപ്രീം കോടതി ഇല്ലാതാക്കി എന്ന് ഓർത്തുക. ഇന്ന് ഇലക്ടോറൽ ബോണ്ട് സ്കീമില്ല, ബിക്കോസ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ടോറൽ ബോണ്ട് സ്കീം ഈ നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, നമ്മൾ റീസെൻ്റ്ലി ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 5000-ഓളം ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ IAFൻ്റെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചിനൂക്ക് MI-17 ചോപ്പേഴ്സിനെ, ഹെലികോപ്റ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു MI-17 അതുപോലെ തന്നെ ചിനൂക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ചിനൂക്ക് അതുപോലെ തന്നെ MI-17 എന്ന് പറയുന്നത് ഹെലികോപ്റ്റേഴ്സ് ആണ്, ഉത്തരാഖണ്ഡിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലൗഡ് ബേസ്റ്റും അതുപോലെ തന്നെ വലിയ ഫ്ലഡും ഉണ്ടായതായിട്ട് വാർത്തകളിൽ കണ്ടിരുന്നു. കേദാർനാഥിൽ വലിയ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവിടെ വലിയ ഫ്ലാഷ് ഫ്ലഡുകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്നത് ഹെലികോപ്റ്ററാണ്. CH-47 എന്നാണ് എന്നാണ് അതിനെ പറയുന്നത്. ചിനൂക്ക് എന്ന് വിളിക്കും. ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടി മിഷൻ ടാൻഡം റോട്ടർ ഹെലികോപ്റ്റർ ആണ് എന്നുകൂടി ഓർത്തുക. ഇപ്പോൾ US ആർമിയുടെ ഒരു പ്രൈമറി ഹെവി ട്രൂപ്പ് സപ്ലൈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ്. ബിൽഡ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമ്പനി ആയിട്ടുള്ള ബോയിങ് ആണ്. US ആർമിക്ക് വേണ്ടി എന്നാണ് അത് ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. പ്രത്യേകിച്ചും ഹെവി ലിഫ്റ്റ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്, ഒരു ഹെലികോപ്റ്ററാണ് ചിനൂക്ക് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2015 ബോയിങ്ങിൽ നിന്നും 15 ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സിനെ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർത്തുക. അപ്പോൾ ഇതിന് 2 എഞ്ചിൻസ് ഉണ്ട്, ടാൻഡം മോട്ടറാണ്, അതുപോലെ തന്നെ ഹെവി ലിഫ്റ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ കോക്പിറ്റ് ആണ്, അതുപോലെ തന്നെ കാർഗോ ഹാൻഡ്ലിംഗ്, വലിയ ഹെവി വെയിറ്റുകൾ മെറ്റീരിയൽ മൂവ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന് വൈബ്രേഷൻ റിഡക്ഷനും മറ്റുമൊക്കെ ഉണ്ട്. മോണോലിത്തിക് എയർ ഫ്രെയിം ആണ്, ഒരു സിംഗിൾ എയർ ഫ്രെയിം ആണ്. 296 km/h വേഗത വരെ പോകാൻ വേണ്ടി പറ്റും. ട്രിപ്പിൾ ഹൂക്ക് സിസ്റ്റം ഉണ്ട്. അതുവഴി വലിയ ലോഡിനെയും ക്യാരി ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അതായത് ഏകദേശം 10 ടണ്ണോളം ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 55 ട്രൂപ്പിനെ വരെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചിനൂക്ക് ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. MI-17 എന്ന് പറയുന്നതും അതിനെ തന്നെയാണ് MI-8 എന്നൊക്കെ പറയാറുള്ളത്. ഇതും ഒരു ട്വിൻ ടർബൈൻ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററാണ്.
പക്ഷേ ഇത് റഷ്യൻ മെയ്ഡാണെന്ന് ഓർത്ത്. MI-17 റഷ്യൻ ഹെലികോപ്റ്ററാണ്. മിൽ മോസ്കോ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ പ്ലാന്റിലാണ് ഇത് പണിതിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കണമായിരുന്നു. ഇതും വാരിയസ് റോൾസിൽ യൂസ് ചെയ്യാറുണ്ട്. ട്രൂപ്പ് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യാം, കാർഗോ ലിഫ്റ്റിങ്ങിന് യൂസ് ചെയ്യാം, മെഡിക്കൽ ഇവാക്യുവേഷന് യൂസ് ചെയ്യാം, റീകൺസെൻസസ് പർപ്പസിന് യൂസ് ചെയ്യാം. ഇതിൽ 24 ട്രൂപ്പ് അല്ലെങ്കിൽ 4000 കിലോ വരെ 4 ടണ്ണ് വരെ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് വൈഡ്ലി മിലിറ്ററി അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ് യൂസ് ചെയ്യാറുണ്ട്, സിവിലിയൻ റോൾസിലും യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇതിന് തന്നെ വ്യത്യസ്ത വേർഷൻസ് ഉണ്ട്. MI-17, MI-14 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ ട്രാൻസ്പോർട്ടിനും സെർച്ച് ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ഇവാക്യുവേഷന് യൂസ് ചെയ്യണം. അപ്പോൾ MI-17, ചിനൂക്ക് ഇതൊക്കെ ഹെലികോപ്റ്റേഴ്സ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഏത് രാജ്യത്തു നിന്നുള്ള ഒറിജിൻ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ട് LACയുടെ മേലെ ഉണ്ടായ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓതർ പറയുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.